നിങ്ങൾ ഞാൻ പറയണതൊന്ന് കേക്കി. ആ ബഷീറെ, ഈ പാർക്കിലൊക്കെ ഇറങ്ങാറുണ്ടോ? ആരിത്? രാജേഷോ? നീ റൂട്ടിലാടാ ഡ്യൂട്ടി? ആണോ? ചുമ്മാ ഒന്ന് കയറിയതാ. ആണോ? ആയിക്കോട്ടെ, നൈ കറങ്ങ്. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഓക്കെ ഓക്കേടാ, കാണാം. എന്ത് പണിയാ കാണിച്ചേ? തനിക്ക് വീട്ടിൽ അമ്മ പെങ്ങന്മാരൊന്നും ഇല്ലേ? ഇറങ്ങിക്കോളൂ ഓരോന്ന് പാന്റ് ഷർട്ട് ഇട്ടിട്ട് ഓരോരോ അവന്മാര്. ഇന്നത്തേക്ക് ഇത് മതി മോനെ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നേ? ഏതാണ് ഞരമ്പ് രോഗിന്? വിരൽത്തുമ്പിലെല്ലാം കിട്ടുന്ന ഈ കാലത്ത് നിനക്ക് എന്തിന്റെ കേടാ? വല്ലാഹി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ സ്ത്രീ വെറുതെ പറയാണ്. ഇവനൊക്കെ നല്ല അടിയുടെ കുറവാണ്. എടോ, ഇത് കേരളമാണ്. നിന്റെ ഈ ക്രിമികടിക്ക് ചോദിക്കാൻ നല്ല ചങ്കൂറ്റുള്ള സഹോദരന്മാരുള്ള കേരളം. എടാ, ആദ്യം തന്നെ അടിക്കണം, എന്നിട്ട് മതി ഡയലോഗ്. ഇവന്റെ ഒക്കെ സ്ഥിരം പരിപാടി തന്നെ. ഇവനെ അടിക്കാൻ നിങ്ങൾ ഞാൻ പറയണതൊന്ന് കേക്കി. ഞാൻ നിരപരാധിയാണ്. അയ്യോ ചേട്ടാ, അടിക്കൊന്നും വേണ്ട ചേട്ടാ. ഇത് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമാണ്, വളവിൽ പിരിവ് എന്നുള്ള ഒരു പ്രാങ്ക് പ്രോഗ്രാമാണ്. ചേട്ടാ നീച്ച്. എന്റെ ചേട്ടാ, ഇത് അങ്ങോട്ട് നോക്കിക്കേ. അവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രല്ല നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ്സും ഉണ്ട്. ഇതൊക്കെ ഒരു രസമല്ലേ ചേട്ടാ? ചേട്ടന്റെ പേര് നിങ്ങളുടെ പ്രേക്ഷകരോട് പറഞ്ഞേ. ഹലോ ഗായ്സ്, നമ്മുടെ ചേട്ടൻ ഇപ്പോഴും ഷോക്കിലാണ് കേട്ടോ. എന്നാൽ നമുക്ക് ഗിഫ്റ്റ് നൽകി സെറ്റ് ആക്കാം. ഓക്കെ അല്ലേ? നക്ഷത്ര ജ്വല്ലേഴ്സ് മണ്ണാർക്കാട് നൽകുന്ന ഒരു സമ്മാനം, G-Next മണ്ണാർക്കാട് നൽകുന്ന മറ്റൊരു സമ്മാനം, ബിൽ ഹോം കൊടക്കാട് നൽകുന്ന അതിമനോഹരമായ മറ്റൊരു സമ്മാനം. ഹാപ്പി ആയില്ലേ? അപ്പൊ മറ്റൊരു പ്രാങ്ക് വീഡിയോയുമായി ഇനിയും കാണാം. ബൈ ബൈ. നിങ്ങളുടെ പരിപാടി എഡിറ്റ് ചെയ്യുമ്പോഴേക്കും ഞാനൊന്ന് വൈറലാവട്ടെ. കൂട്ടത്തിൽ നിങ്ങളെയും ആക്കി തരാം. ആ ബഷീറേ, ഇവനാണ് ആ പാർക്കിലെ 11. ആ എനിക്കറിയാം, എന്നാലും ആചാര്യ മകൻ, എനിക്കതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. സോഷ്യൽ മീഡിയ ഉണ്ടാകട്ടെ, ഇപ്പോഴൊക്കെ അപ്പോഴൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇതെന്താ? ബഷീറേ, വാപ്പാക്ക് എന്നോട് കുറച്ച് പറയാനുണ്ട്. എന്താപ്പാ?
ആണും പെണ്ണായിട്ട് വാപ്പാക്ക് എന്റെ കുട്ടിയുള്ളൂ. എന്റെ ഉമ്മച്ചി നമ്മളെ വിട്ടു പോകുമ്പോ അവസാനമായിട്ട് എന്നോട് ഒരു വാക്കേ പറഞ്ഞു, നമ്മുടെ മോനെ നല്ല കുട്ടിയായി വളർത്തണമെന്ന്. അതിപ്പ ഇതുവരെയൊക്കെ ചെയ്തിട്ടുണ്ട്. വളർത്തു ദിവസം കാരണം നാട്ടുകാരുടെ മുമ്പിൽ മെയ്താജി തല കുതിക്കാനുള്ള ഇടവരുത്തരുത് ഏത് മാത്രം. ബാപ്പ, ഞാൻ മോനെ പോയി റെസ്റ്റ് എടുക്ക്. വാപ്പ ഒരു ചായ ചെല്ലു മോനെ. മോനെ 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 നമസ്കാരം. നിങ്ങൾ നിങ്ങളുടെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ കാരണം ഒരു കുടുംബത്തിൻ്റെ അഭിമാനത്തിനും അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ വ്യക്തിയുടെ ജീവനും യാതൊരു വിധത്തിലുള്ള അപകടവും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു നല്ല സന്ദേശമായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമസ്കാരം.